പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കഷ്ടങ്ങളും അതിലേറെ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രയാസത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളാണ്. സമാധാനമോ സന്തോഷമോ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന പല അവസ്ഥകൾ. ശരിക്കും ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ദുർബലപ്പെടുത്തുന്ന കുറച്ചവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. കഷ്ടങ്ങളെ മറികടന്ന് കടഭാരത്തെ മറികടന്ന് ജീവിതത്തിൽ എപ്രകാരമാണ് ഒരു ഉയർച്ച നേടുവാൻ കഴിയുന്നത് എന്ന് ആലോചിക്കുന്ന വ്യക്തികൾ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം ഈശ്വര സഹായത്താൽ ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശിവഭഗവാന്റെ ചിത്രവും 2 ത്രിശൂലവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർത്തും ധാരാളം കുറവുകളും ധാരാളം ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിനെയൊക്കെ മാറ്റി നിർത്തുവാനും ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടുവാനും ഒക്കെ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കും. അപ്രകാരം വലിയ അനുഗ്രഹങ്ങൾക്ക് ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരുക്കുക തന്നെ ചെയ്യും. നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ, അതായത് ശിവഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം ദേഷ്യ സ്വഭാവമുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതിനേക്കാളും പെട്ടെന്ന് ശാന്തരാകുകയും ചെയ്യുന്ന വ്യക്തികൾ. ഒരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ഏറ്റവും കൂടുതൽ ക്ഷമയോടുകൂടി നിങ്ങൾ അടുത്തേക്ക് സമീപിച്ചാൽ മാത്രമേ ആ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാതെ ഉള്ളതെന്താണോ അതെല്ലാം തുറന്നു പറയുന്ന വ്യക്തികൾ. പക്ഷേ പലപ്പോഴും ഈ സ്വഭാവം നിങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്താറുണ്ട്. വളരെയധികം മാനസിക വേദനകൾ നിങ്ങൾക്ക് നൽകാറുണ്ട്. പല വ്യക്തികൾക്കും ഇതൊരു അമർഷമാണ്. ജീവിതത്തിലെ പല പ്രയാസഘട്ടത്തിലും ഒരു വലിയ വേദനയായിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാലും തീർച്ചയായിട്ടും വളരെയധികം കഷ്ടങ്ങളോടും കടഭാരങ്ങളോടും കൂടിയാണ് ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്നത്. ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും പ്രയാസപ്പെടുത്തണമെന്നോ എന്നൊന്നും ചിന്തിക്കാതെ ഉള്ളതെന്താണോ അതിൽ അതിമനോഹരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ ഏറ്റവും വിശ്വസിക്കുന്നവരിൽ നിന്ന് വഞ്ചന ഏൽക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും വിശ്വസിക്കുന്നവർ നിങ്ങളെ തള്ളിക്കളഞ്ഞ ഒരു സമയമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു പോയപ്പോഴും ഏറ്റവും കൂടുതൽ നിങ്ങളെ അവഗണിച്ചവർ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കടഭാരങ്ങളായിക്കോട്ടെ, രോഗദുഃഖങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, ഇതെല്ലാം മറ്റുള്ളവരാൽ നിന്നേറ്റ വേദനകൾ മാത്രമാണ്. അമിതമായി കൂട്ടുകാരെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടവരെയോ ഒക്കെ വിശ്വസിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഏൽക്കുന്ന അപമാനങ്ങളാണ്. അതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകൾ സംഭവിക്കുന്നത്. സമാധാനത്തോടു കൂടിയോ സന്തോഷത്തോടു കൂടിയോ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയാതെ, മക്കളുമായി ഒരല്പം സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാതെ, ഭവനത്തിന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്ന അവസ്ഥകളൊക്കെ. എന്നാൽ ഈ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാനും ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂല ഘട്ടത്തിലും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനും ഇന്നു മുതൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് വാസ്തവം. ഇന്ന് മഹാശിവരാത്രിയാണ്. തീർച്ചയായിട്ടും ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങളുണ്ടാകും. ജീവിതത്തിൽ നിങ്ങൾ എവിടെ നിന്നാണോ തോറ്റുപോയത് അവിടെ നിന്നൊക്കെ സർവേശ്വരൻ്റെ അനുഗ്രഹപ്രകാരം വളരെ വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പലപ്പോഴും പല വ്യക്തികളിൽ നിന്ന് ഏൽക്കുന്ന വേദനകളും അപമാനങ്ങളിൽ നിന്നുമൊക്കെ ഒരു മാറ്റമുണ്ടാകും. തീർച്ചയായിട്ടും ഇന്നു മുതൽ വരുന്ന ഒരു 3 മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കുമൊക്കെ ഒരു മാറ്റമുണ്ടാകും. അപ്രകാരം ശിവഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ജീവിതത്തിൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇനി രണ്ടാമത്തെ ചിത്രമായ തൃശൂലം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശിവഭഗവാന്റെ ഒരു സംരക്ഷണയുള്ള ഒരായുധം തന്നെയാകുന്നു. ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ വേദനകളും മറ്റുള്ളവരാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എവിടെ നിന്നൊക്കെയോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതായത് ഒരു കുഴപ്പവുമില്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ വിചാരിക്കാത്ത രീതിയിലുള്ള രോഗപ്രയാസങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന കുറച്ചധികം വ്യക്തികൾ. അവരെ നമ്മൾ ഒരു വിധത്തിലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും പ്രധാനമായിട്ട് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അതുപോലെ തന്നെ മാതാപിതാ ബന്ധ ജീവിതത്തിലൊക്കെ ആണെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുകയോ നിങ്ങളെ കൂടെ ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യമാണ്. ജീവിതത്തിൽ പലതരത്തിൽ വേദനകൾ അനുഭവിക്കുമ്പോഴും ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫലമുണ്ടാകൂ. ജീവിതത്തിലെ സകല പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മാറ്റം നേടുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, സഹോദര വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും സഹോദരങ്ങളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളിൽ നിന്ന് മാറുന്നു, നിങ്ങളുടെ സ്നേഹം വേണ്ട എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾക്കുള്ളതിനെ ചൊല്ലി തർക്കിക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ കണ്ടുവരുന്നത്. അതായത് നിങ്ങൾക്ക് ആരോടും പിണക്കമോ പരിഭവമോ ഒന്നുമില്ല, പക്ഷേ നിങ്ങളെ മാറ്റിമറിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തണം, നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് മാത്രം ചിന്തിച്ച് പെരുമാറുന്ന ഒരു കൂട്ടം വ്യക്തികൾ. ഇത് വളരെയധികം കഷ്ടതകളിലോട്ടും വളരെയധികം കണ്ണുനീരുകളും പ്രയാസങ്ങളിലും ഒക്കെ പോകുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. വരുന്ന കുറച്ച് മാസങ്ങളല്ല, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായ ഭവനം എന്ന സ്വപ്നം അല്ലെങ്കിൽ ഒരു വസ്തു എന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് കഴിയും. നിങ്ങളെ തള്ളിക്കളഞ്ഞവരൊക്കെ നിങ്ങളുടെ കാൽച്ചുവടിൽ വന്ന് നിൽക്കുന്ന ഒരു സമയം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. സർവേശ്വരൻ്റെ അനുഗ്രഹപ്രകാരം ഈ രണ്ട് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരെയും മറ്റു വ്യക്തികളെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.